അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3061. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് കഅബയുടെ, വിശുദ്ധ കഅബയുടെ 2 വാതിലുകൾ, അതേക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അസ്വദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാലലി ഇബ്നു സുബൈർ, എന്നോട് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, പറഞ്ഞു, കാനത്ത് ആയിഷത്തു തുസുറു ഇലൈക കസീറൻ. ആയിഷ ബീവി നിന്നോട് ഒരുപാട് രഹസ്യങ്ങൾ പറയാറുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞതും മറ്റൊക്കെ എന്നോട് പറയാറുണ്ടല്ലോ. ഫമാ ഹദ്ദസത്തുക ഫിൽ കഅബ, കഅബയെക്കുറിച്ച് നിന്നോട് ആയിഷ ബീവി എന്താ പറഞ്ഞത്? എന്തെങ്കിലും സീക്രട്ട് റസൂലുള്ളാഹി പറഞ്ഞത് ആയിഷ ബീവി നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഖുൽതു, ഞാൻ പറഞ്ഞു, ഖാലത്ലി, എന്നോട് ആയിഷ ബീവി പറഞ്ഞു, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാ ആയിഷ, ആയിഷ, ലൗലാ ഖൗമുക്കി ഹദീസുൻ അഹ്ദുഹും, നിന്റെ ജനത അവർ ഇസ്ലാമിലേക്ക് വളരെ അടുത്ത് വന്നവരാണല്ലോ, കുഫർ കൊണ്ട് അടുത്തവരാണ്. എന്നാൽ ഇതുവരെ കുഫറിലാണ് ഉണ്ടായിരുന്നത്, ഇപ്പം ഇസ്ലാമിലേക്ക് വളരെ അടുത്ത കാലത്ത് വന്നതാണ്. അങ്ങനെയുള്ളവരായിരുന്നില്ലെങ്കിൽ, ഖാലിബിന് സുബൈർ, ഇബ്നു സുബൈർ വിശദീകരിക്കുന്നുണ്ട്, കുഫറിനോട് അടുത്ത പറഞ്ഞത്, ഇപ്പം കുഫറിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ്. അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ല നഖൽതുൽ കഅബത, ഞാൻ കഅബ പൊളിക്കുമായിരുന്നു. കഅബ പൊളിച്ചിട്ട് ഫജഅൽതു ലഹാ ബാബൈനി, അതിന് 2 വാതിലുകൾ വെക്കുമായിരുന്നു. കഅബ പുനർനിർമ്മിക്കുമായിരുന്നു എന്നർത്ഥം. അത് പൊളിച്ചിട്ട് 2 വാതിലുകൾ ഞാൻ വെക്കുമായിരുന്നു. ബാബുൻ യദ്ഖുലുന്നാസു, ഒരു വാതിൽ ജനങ്ങൾക്ക് ഉള്ളിലേക്ക് കടക്കാൻ, വ ബാബുൻ യഖ്റുജൂൻ, മറ്റൊരു വാതിൽ ജനങ്ങൾക്ക് അതിന് പുറത്ത് കടക്കാൻ. എല്ലാവർക്കും കഅബയുടെ ഉള്ളിലേക്ക് കടന്ന് പുറത്തു പോകാനുള്ള 2 വാതിലുകൾ ഞാൻ കഅബയ്ക്ക് വെക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് വെക്കാതിരുന്നു, നബി തങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നത് എന്താണ്? കുറേ ആളുകൾ ഇപ്പോൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ, അവർ തെറ്റിദ്ധരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്നാണ് എല്ലാം ഉണ്ടാക്കിയത്, അവിടുത്തെ രീതിക്കാണ് എല്ലാം ഉള്ളത് എന്ന് ആ ഒരു തോന്നൽ ജനങ്ങൾക്കിടയിൽ വരാതിരിക്കാൻ, അവർക്കിടയിൽ ഒരു സംസാരം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നബി തങ്ങളെ ചെയ്യാതിരുന്നത്, തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നബി തങ്ങൾക്ക് അത് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ പിന്നീട് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല എന്ത് ചെയ്തു അറിയോ? പിന്നീട് ഫഅലഹു ഇബ്നു സുബൈർ, അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല പിന്നീട് ഉണ്ടാക്കി, കഅബയ്ക്ക് 2 വാതിലുകൾ ഉണ്ടാക്കി. പക്ഷേ പിന്നീട് ഉണ്ടാക്കിയപ്പോൾ ജനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു, ഒരു വാതിലൂടെ കടന്ന് മറ്റു വാതിലൂടെ പോകുന്നു. അപ്പോൾ അത് പിന്നീട് വലിയ പ്രയാസം സൃഷ്ടിക്കുമെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ അത് വീണ്ടും മാറ്റിപ്പണിത് ഒറ്റ വാതിൽ തന്നെ നിലനിർത്തി. കാരണം പിന്നീട് ജനങ്ങളൊക്കെ അതിനുള്ളിലേക്ക് കടന്നുകയും അതിൻ്റെ ബഹുമാനം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് തന്നെ അത് മാറ്റി ഒറ്റ വാതിലിൽ തന്നെ കഅബ നിലനിർത്തി. ഇപ്പോൾ ഒറ്റ വാതിലാണ് നമുക്കെല്ലാവർക്കും കാണാവുന്നതാണ്. അല്ലാഹു തആല ആ വിശുദ്ധ കഅബയെ കാണാനും അവിടുത്തെ കില്ലയിൽ പിടിച്ച് ദുആ ചെയ്യാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.